a capacitor of capacitance 10 into 10 raised to minus 6 farad, means 10 microfarad, fully charged with the potential difference of 6 volt and disconnected from battery. അപ്പോൾ 10 മൈക്രോഫാരഡ് കപ്പാസിറ്ററിനെ 6 വോൾട്ടുമായി കണക്ട് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ്ലി ചാർജ് ചെയ്തു. ദെൻ ചാർജ്ഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് അനദർ കപ്പാസിറ്റർ with capacity 20 into 10 raised to minus 6 farad. The charge on capacitor Q, that means 20 into 10 raised to minus 6 microfarad capacitor etra charge. When equilibrium is established, will be alpha into 10 raised to minus 5 coulomb. എങ്കിൽ ആൽഫ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ കപ്പാസിറ്റർ ക്യൂ, നമ്മൾ ചാർജുമായിട്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട, കപ്പാസിറ്ററിൻ്റെ പേര് ക്യൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ആൾ കപ്പാസിറ്റർ പിയും രണ്ടാമത്തെ ആൾ ക്യൂ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ കിടന്നോട്ടെ. നമ്മൾ ഒരു ചാർജർ കപ്പാസിറ്റർ ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് മറ്റൊരു ചാർജർ കപ്പാസിറ്ററായോ അല്ലെങ്കിൽ അൺചാർജഡ് കപ്പാസിറ്ററോ ആയോ നമ്മൾ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ചാർജുകൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും, ടിൽ ദെയർ പൊട്ടൻഷ്യൽ ബിക്കം ഈക്വൽ. അപ്പോൾ ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കോമൺ പൊട്ടൻഷ്യൽ. അപ്പോൾ കോമൺ പൊട്ടൻഷ്യൽ, രണ്ടുപേർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന പൊട്ടൻഷ്യൽ മീൻസ് ചാർജ് ബൈ കപ്പാസിറ്റി ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് ബൈ ആരായി, ടോട്ടൽ കപ്പാസിറ്റി. ഓക്കെ, ഇപ്പം എന്തിനാണ് കോമൺ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത്? അൺചാർജ് കപ്പാസിറ്റർ ചാർജ് കപ്പാസിറ്ററിൻ്റെ കൂടെ കണക്ട് ചെയ്തതിന് ശേഷം അൺചാർജിന് എത്ര ചാർജ് കിട്ടും? ചാർജ് എന്ന് പറയുന്നത് ആരാ, Q is equal to CV ആണ്. അപ്പോൾ വോൾട്ടേജ് കോമൺ വോൾട്ടേജ് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 20 മൈക്രോഫാരഡിന് എത്ര ചാർജ് കിട്ടും എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര കപ്പാസിറ്റർ, ആദ്യത്തെ ആളുടെ ചാർജ് Q1 പ്ലസ് രണ്ടാമത്തെ ആളുടെ Q2, ദെൻ ഫസ്റ്റ് വണ്ണിൻ്റെ കപ്പാസിറ്റി C1, സെക്കൻഡ് വണ്ണിന് C2. ഇനി C1 V1, Q1 എന്ന് പറയുന്നത് C1 V1, Q2 എന്ന് പറയുന്നത് C2 V2 ബൈ C1 പ്ലസ് C2. വാല്യൂസ് കൊടുക്കാം. C1, അപ്പം മുകളിൽ C1 പ്ലസ് C2 ഉണ്ട്, താഴെയും അതായത് C1 മൈക്രോഫാരഡിൽ മുകളിലുണ്ട്, താഴെയും മൈക്രോഫാരഡിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് മൈക്രോഫാരഡ് യൂസ് ചെയ്യുന്നില്ല. C1 എത്രയാ, 10, വോൾട്ടേജ് എത്രയാ, 6 വോൾട്ട് പ്ലസ് C2 20 മൈക്രോഫാരഡ് ആണ്, പക്ഷേ ചാർജ് ഇല്ല, സോറി വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ചാർജ് ഇല്ല എന്നെടുക്കാം. ഡിവൈഡഡ് ബൈ 10 പ്ലസ് 20. അപ്പോൾ 60/30 കോമൺ വോൾട്ടേജ് എന്ത് കിട്ടും, 2 വോൾട്ട്. നമ്മൾ ചോദിച്ചത് ക്യൂയിലെ ചാർജാണ്. ഓക്കെ, അപ്പോൾ ചാർജ് ഓൺ ക്യൂ, ചാർജ് എന്ന് പറയുന്നത് ആരാ, സി. ക്യൂയിലെ ചാർജ് എത്രയാണ്, ക്യൂ എത്രയാ, സി എത്രയാണ്, 20 into 10 raised to minus 6 ആണ്. വോൾട്ടേജ് എത്ര, പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ രണ്ട് കപ്പാസിറ്ററിലും സെയിം വോൾട്ടേജ് 2, കോമൺ വോൾട്ട് 2. അപ്പോൾ 40 into 10 raised to minus 6 കൂളും എന്ന് കിട്ടും. നമ്മളോട് ആൽഫ into 10 raised to minus 5, that is 4 into 10 raised to minus 5 കൂളുമ്പ്. Therefore alpha is equal to 4.